ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു മാംഗോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് അതുപോലെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഇത് ഞാനിവിടെ സെയിൽ ചെയ്യുന്ന കേക്കിൻ്റെ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് 150 ഗ്രാം മൈദ, 125 ഗ്രാം പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് അരച്ചു മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാ ഭാഗത്തും വരാൻ വേണ്ടി നമുക്ക് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂടി പോകരുത്. നമുക്ക് ഇതിനകത്ത് ഫില്ലിംഗ് ഒക്കെ വരുമ്പോൾ ഈ മധുരം കറക്റ്റ് ആവും. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. വാനില എസൻസ് 2 ഡ്രോപ്സാണ് ചേർക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞാനിതിലേക്ക് മാംഗോ ഫ്ലേവറുള്ള അതുപോലെ കളറുള്ള ഒരു എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ വാനില എസൻസ് 1/2 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. അത് ചേർക്കുന്നതുകൊണ്ട് ഞാനിവിടെ 2 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കുന്നത്. അത് നമുക്ക് ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പാത്രത്തിലാണ് തയ്യാറാക്കണമെങ്കിൽ ആ പാത്രം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് സ്റ്റൗമ്മ വയ്ക്കാം. ഓവണാണെങ്കിൽ നമുക്ക് 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം. ഇത് നമുക്ക് മാംഗോ ഫ്ലേവറും അതുപോലെ കളറും കിട്ടുന്നതാണ്. ഇത് നമ്മൾ ഒരു 1/4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഇതിലേക്ക് ഫ്രഷ് മാംഗോ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഇത് നമുക്ക് 100 ഗ്രാമോളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് 160 ഡിഗ്രി സെൽഷ്യസിൽ 35 തൊട്ട് 40 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ളത്. പാത്രത്തിലാവുമ്പോഴും അതേ സമയം എടുക്കും. തീ കുറച്ച് വെച്ച് ബേക്ക് ചെയ്താൽ മതി. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ എടുക്കുമായിരുന്നു. അതല്ലെങ്കിൽ നമുക്ക് നന്നായി തണുത്തതിന് ശേഷം ഇത് സെറ്റ് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ചൂടാറിയപ്പോൾ തന്നെ ഞാനിത് കട്ട് ചെയ്തായിരുന്നു. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. അത് കൊണ്ട് നമുക്ക് നന്നായി തന്നെ ഇത് സോക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വിപ്പിംഗ് ക്രീം ഇട്ടതിന് ശേഷം ഫ്രഷ് ആയിട്ടുള്ള മാംഗോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തത്. നമ്മൾ നന്നായി തന്നെ സോക്ക് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. ഇത് വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ അത് പ്രിപ്പയർ ചെയ്ത് കട്ട് ചെയ്യായിരുന്നു. നമുക്ക് കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റായിട്ടുള്ള കേക്ക് കിട്ടും. സാധാരണ കേക്ക് നമ്മൾ ചെയ്ത ആ ദിവസത്തേക്കാളും ടേസ്റ്റ് നെക്സ്റ്റ് ഡേക്കാണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കേക്കൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത്.